ഇന്ന് നമ്മളുടെ 21 ഡേ ചലഞ്ചിൻ്റെ 7ാം ദിവസമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു ഡെയിലി റുട്ടീനെ പറ്റിയിട്ടാണ്. ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ മോർണിംഗ് ടു നൈറ്റ് എന്താണ് നമ്മളുടെ ഡെയിലി റുട്ടീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു ദിവസത്തെ പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ ഓരോ ദിവസവും നമ്മളെടുക്കുന്ന എഫേർട്ട്, നമുക്ക് ആ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടുന്ന എഫേർട്ട് നമുക്കത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ 15 മണിക്കൂർ പഠനവും 20 മണിക്കൂർ പഠനവും ഒക്കെയാണ് നമ്മളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നതെന്നാണ് അല്ലേ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ ദിവസത്തെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, നിങ്ങളുടെ ദിവസത്തെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ദിവസത്തെ യൂസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ ഈ ഒരു ദിവസത്തെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് നിങ്ങൾ കുറേ സമയം പഠിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ച സമയത്തായിരിക്കും നിങ്ങൾ പത്രം വായിക്കുന്നത് അല്ലേ, കുറേ റിവിഷൻസ് നടത്തുന്നത്. ചിലപ്പം ഈവനിങ്ങിലേക്കായിരിക്കും നിങ്ങൾ കുറച്ച് ലൈറ്റായിട്ടുള്ള ഇപ്പം ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, പ്രാക്ടീസസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പം ഈവനിങ് ടൈമിലായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഡേയെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അതൊരു റുട്ടീനാക്കി മാറ്റാൻ സാധിക്കും. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അത് നമ്മളുടെ റിസൾട്ടിലേക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ 7ാമത്തെ ദിവസത്തെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക.